നമുക്കൊരു ഗുജറാത്തി വിഭവം പരിചയപ്പെടാം. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാവും. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ 1-2 കാര്യങ്ങളും കൂടി പറയാം. ഇന്നലെ സെപ്റ്റംബർ 2 ഒരു പ്രത്യേക 2 സുപ്രധാന കാര്യങ്ങൾ ലോകത്ത് നടന്ന ദിവസമാണ് സെപ്റ്റംബർ 2. ഒന്ന്, 2ാം ലോക മഹായുദ്ധം അവസാനിച്ച ദിവസമാണ് സെപ്റ്റംബർ 2. ഈ സെപ്റ്റംബർ 2-ന് 75 വർഷമായി 2ാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ട്. അതായത് 1939 തുടങ്ങിയ യുദ്ധം 1945 വരെ നീണ്ടു നിന്ന്, ഒരു 6 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു 2ാം ലോക മഹായുദ്ധം. അതിൽ ഒരു 548 കോടിയോളം ജനങ്ങൾ ലോകത്താകമാനം കൊല്ലപ്പെട്ട്. അതിൽ തന്നെ 1.5 കോടി കുട്ടികളായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ യുദ്ധത്തിൻ്റെ ഒരു ഭീകരത. ഒരു യുദ്ധങ്ങളും ഒന്നും ആർക്കും നേടിക്കൊടുത്തിട്ടില്ല, ഒരു കലാപങ്ങളും ആർക്കും ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഒരു യുദ്ധത്തിനും ഒരവസരം ഉണ്ടാക്കാതിരിക്കുക, എല്ലാവരും തന്നാലാവുന്നത് അതിന് പരിശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് 2ാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ട് 75 വർഷമായി. ഈ ഒരു കാര്യം ഇനി പറയാൻ പോകുന്ന അടുത്തൊരു മഹാത്ഭുതം സംഭവിച്ചതും ഈ സെപ്റ്റംബർ 2-നാണ്. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് സന്ദേശം ജനങ്ങൾക്ക് കൊടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം സെപ്റ്റംബർ 2-നായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ പ്രസക്തി ഇപ്പോൾ അത് പറയണമെന്ന് തോന്നി. കാരണം ഇന്നത്തെ സമൂഹത്തിൽ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങളും കലാപങ്ങളും ഒക്കെ നടക്കുന്നത് ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിലാണ്. പിന്നെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ എന്തിനാ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസം വലുതാണ് അല്ലേ? എൻ്റെ വിശ്വാസം എനിക്ക് വലുത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വലുത്. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുകയും നിങ്ങളുടെ വിശ്വാസങ്ങളെ എന്നിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഉറപ്പായിട്ടുണ്ടാവില്ല. ഇത് എപ്പോഴും എന്താ സംഭവിക്കുക? ഞാനാ ശരി, എൻ്റെ മതം ശരി, ഞങ്ങളാണ് ശരി, നിങ്ങൾ തെറ്റാണ് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം എല്ലാവരും അവനവൻ്റെ ജാതിയും മതവും വലുത് തന്നെയാണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെയും മതത്തിനെയും ജാതിനെയും നമ്മൾ അംഗീകരിക്കുക, ബഹുമാനിക്കുക. അപ്പം തന്നെ നമുക്ക് ഒരു പരിധി വരെ ഒരുവിധം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യം, അതായത് 2ാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അതേ സമയം തന്നെ അതേ ദിവസം തന്നെയാണ് മനുഷ്യരാശിക്ക് നിങ്ങളൊന്നും കലഹിക്കേണ്ട, ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ, അതായത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു സന്ദേശം പറഞ്ഞ ഒരു മഹാഗുരുവിൻ്റെ ജനനം കൂടിയാണ് സെപ്റ്റംബർ 2. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇന്നത്തെ കാലം തന്നെ ഒന്ന് ആലോചിച്ചാൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോൾ കൊറോണ വന്ന്, ഓരോ പ്രകൃതി ദുരന്തങ്ങൾ വന്ന് ഏതെങ്കിലും ജാതിനെയോ മതത്തിനെയോ വെറുതെ വിട്ടോ അല്ലെങ്കിൽ രക്ഷിച്ചോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. നമ്മുടെ വിശ്വാസങ്ങളിൽ വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, വിശ്വാസം വേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരും അവനവൻ്റെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുക, മറ്റുള്ളവരിൽ പോയിട്ട് നമ്മളുടെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണൊന്ന് പറയാനുള്ളത്. ആർക്കെങ്കിലും ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക, ഇതെനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ വെറും നമ്മൾ സൗന്ദര്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം അത് മാത്രമല്ലല്ലോ, കുറച്ചൊക്കെ അറിവും നമ്മളുടെ അറിവുകൾ
എന്താ പറയുക, എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക, അത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുക, അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക. ഗുജറാത്തി വിഭവം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കിച്ചടിക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, പിന്നെ 1/2 കപ്പ് പച്ചരിയോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ എന്തെങ്കിലും. ഇപ്പം എൻ്റെ അടുത്തുള്ളത് ബിരിയാണി അരിയാണ്. എന്നിട്ട് ഇത് രണ്ടും നന്നായി കഴുകിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വെച്ച് നന്നായി ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇതാണ് ആദ്യമായിട്ട് വേണ്ടത്. എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ വരെ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇടുക. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 പച്ചമുളകും, അല്ലെങ്കിൽ 3-4 നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചതച്ചെടുക്കുക. അതും ഇതിലേക്ക് ഇടാം. ഇത് കരിഞ്ഞു പോകരുത്. അതിന് മുന്നേ തന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇപ്പം നമ്മളിത് വേവിച്ചത് അരിയും ചെറുപയറും മാത്രമല്ലേ. ഇതല്ലാതെ വേറൊരു കിച്ചടി ഉള്ളത് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ പച്ചക്കറികൾ അരിഞ്ഞിട്ടിട്ട് അതും ചേർത്ത് വേവിച്ചിട്ട് അതും ഇതിലേക്ക് കൂട്ടാം. അതും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അല്ലെങ്കിൽ വെറും ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞാലും മതി. ഇനി ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അത് നല്ല ഹെൽത്തി. ഇപ്പോൾ ചെറുപയറിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞില്ലേ, നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ആ ചെറുപയറും അരിയും അതും കൊട്ടുക. ഇത് ആവശ്യത്തിന്, ഇത് ഡ്രൈ ആയിട്ടുള്ളതല്ല, കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരിതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചില ആൾക്കാർ ഇതിൽ മുളക് പൊടി, ഗരം മസാല ഒക്കെ ഇടും. പക്ഷെ അതല്ല, ശരിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ശരിക്കും ഇത് കുറച്ചും കൂടി ഇനി ലൂസാക്കണം. പക്ഷെ ഞാനിതിൽ ഒന്നും കൂടെ സ്പെഷ്യലാക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കും. ശരിക്കും ഗുജറാത്തികൾ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. പക്ഷെ നമ്മൾ ഗുജറാത്തി ആവുകൊണ്ട് മലയാളത്തിൻ്റെ ടേസ്റ്റും വരട്ടെന്ന് വെച്ച് തേങ്ങാപ്പാലും കുറച്ച് ചേർക്കും. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ തേങ്ങാപ്പാൽ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിക്കും. ഇത് ഗുജറാത്തികൾ അവരുടെ ഒരുവിധം എല്ലാ ദിവസവും രാത്രി അവരുടെ ഡിന്നർ ഇതായിരിക്കും. ഇങ്ങനെ കിച്ചടി, ഒന്നില്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്, അതല്ലെങ്കിൽ വെറും ഇങ്ങനെ ചെറുപയറും അരിയും വേവിച്ചിട്ട്, ഇതായിരിക്കും മിക്കവാറും അവരുടെ രാത്രിക്കുള്ള ഭക്ഷണം. ഇത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, നല്ല ഹെൽത്തിയാണ്. അതാ ഇങ്ങനെ കോരി കഴിക്കേണ്ട രീതിയിൽ. അപ്പം അത് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അത്രയും വെള്ളം ചേർക്കുക.
പിന്നെ ഇതിൽ താളിക്കുമ്പോൾ കറിവേപ്പില വേണമെങ്കിലും ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. അത്രയും മതി. ഇനി ഇതിൽ കഴിക്കുമ്പോൾ അതിന് മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള കിച്ചടി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഇത് നല്ല ഉപകാരമാവും. ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഈസിയായ ഗുജറാത്തി കിച്ചടി റെഡിയായി. ഇതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര നെയ്യ് വേണം നെയ്യ് ചേർത്തിട്ട് തന്നെ കഴിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. നെയ്യ് കഴിക്കണതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. അത് നല്ല കൂടുതലാവാതിരുന്നാൽ മതി. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്. നെയ്യ് ആവശ്യത്തിന് ചേർത്ത് ഒരു അച്ചാറും കൂട്ടി കഴിച്ചാൽ കുശാലായി. വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.